നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ ഒരു എന്റർടൈൻമെന്റ് എന്ന് കഴിയുന്നു. അപ്പൊ നമുക്കിത് എന്ത് വെച്ചാൽ ആ ഒരു പാട്ട് നമ്മുടെ കള്ളച്ചിരിയുടെ തന്നെ ഒരു 4 വരി പാടിയിട്ട് നോക്കാം. അപ്പൊ ഐശ്വര്യ നമുക്ക് സ്റ്റെപ്പ് വെക്കുന്നത് എങ്ങനെ സ്റ്റെപ്പ്? കള്ളച്ചിരി ചിരിച്ചെന്നെ മയക്കേണ്ട, കള്ളത്തരം പറഞ്ഞെന്നോടടുക്കേണ്ട, കത്തെഴുതി കടലാസ് കളയേണ്ട, പൊടിമിശ കറുപ്പിച്ചു നടക്കേണ്ട, കള്ളച്ചിരി ചിരിച്ചെന്നെ മയക്കേണ്ട, കള്ളത്തരം പറഞ്ഞെന്നോടടുക്കേണ്ട, കത്തെഴുതി കടലാസ് കളയേണ്ട, പൊടിമിശ കറുപ്പിച്ചു നടക്കേണ്ട. കൊണ്ടാടുന്നു. അതിന്റെ ഫുള്ള് വരെ അറിയാം. ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാം എനിക്ക് പറഞ്ഞു തന്നോണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ മിമിക്രി ചെയ്ത് പാടുന്നു പറഞ്ഞല്ലോ, അപ്പൊ ആരുടെയൊക്കെ? ഞാൻ ശരിക്കും നമ്മുടെ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ചേച്ചി തൊട്ട് ഇങ്ങോട്ടൊരു 35 സിംഗേഴ്സിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായികമാരിലൊരാൾ നമ്മുടെ ജാനകിയമ്മയാണ്. ജാനകിയമ്മയുടെ ഒരു തമിഴ് സോങ്. ഒരു സനം തൂങ്ങിടിച്ച് കാറ്റും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതും വേണോ പൊരിയലയേ. ഒരു സനം തൂങ്ങിടിച്ച് കാറ്റും അടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതും വേണോ പൊരിയലയേ. വൈക്കം വിജയലക്ഷ്മിയുടെ കാരണം എനിക്ക് ഫേവറേറ്റ് സിംഗറാണ്. ആളുടെ സൗണ്ട് ഭയങ്കര ഒരു യൂണീക്ക് ആണല്ലോ. അത് ഒറ്റയ്ക്കു പാടുന്ന പൂക്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. തേനൂറും കനിയേറെ കുത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്കു പാടുന്ന പൂക്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. ഇനി 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 നമുക്ക് ഓരോരുത്തരെ ഇപ്പൊ ഞാൻ വൈക്കം വിജയലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞാൽ ഇനി എനിക്കല്ല ഇഷ്ടം. ഇഷ്ടമുള്ള മറ്റേ റിമി ടോമി നല്ല രസമുണ്ടായിരുന്നു. റിമി ചേച്ചി ഞാൻ ഈ മ്യൂസിക്കും കൂടെ ഇടുമ്പോ എനിക്ക് കുറച്ചും കൂടെ ക്യാച്ച് ആവും. ചേച്ചിയുടെ ഒരു കണ്ണനായാൽ രാധ വേണം, രാമനായാൽ സീത വേണം, ഹൃദയം നിറയെ പ്രണയം പകരാൻ നാഥനായി നീ കൂടെ വേണം. കണ്ണനായാൽ രാധ വേണം, രാമനായാൽ സീത വേണം. ചേച്ചി നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ അമ്മേ, കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ അഭയമല്ലേ അമ്മേ, നീ എൻ അഭയമല്ലേ. ചിത്ര ചേച്ചി ഉണ്ട്. അത് പഠിക്കുന്നുള്ളൂ.
അല്ല ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചില സമയത്ത് നമ്മുടെ വോയിസ് ഭയങ്കര ചേഞ്ച് ആയിരിക്കും. ചേച്ചിനെയൊക്കെ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അല്ല നമ്മളെ ഭയങ്കര പാരയായിട്ടാണ് ഇവിടെ വന്ന് കൂടിയേക്കുന്നത്. ഇതിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പാളി പോയി കഴിഞ്ഞാൽ പിന്നെ അതെ അതെ അപ്പോ അതാണ് ഞാൻ എന്റെ കംഫർട്ട് സോണാണ്. ഞാൻ 35 സിംഗേഴ്സ് എന്ന് പറയുന്നത് കംഫർട്ട്. അങ്ങനെ പിന്നെ മിൻമിനി മിൻമിൻ ചേച്ചി. പാതിരവായി നേരം പനിനീർക്കുളിരമ്പിളി എന്റെ മനസ്സിലെ മച്ചുമെലെന്തിനി ഉറങ്ങാതലയുന്നു നീ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് നമ്മുടെ ശുഭ ചേച്ചി തേന്മാവിൻ കുമ്പത്ത് എന്ന ചിത്രത്തില് നിലാപൊങ്കലായാലോ എന്ന് പറഞ്ഞൊരു പാട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒത്തിരി പാട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശുഭ ചേച്ചിയുടെ ശബ്ദം. കുളമ്പൊച്ചമോളും തുടിത്താളമോടെ നടക്കണ്ട കാളേ വേഗം വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേറും നാട് തണുപ്പോടുമാനാട്ട് നിങ്ങളും വായോ ഓ നിലാപ്പൊങ്കലായാലോ പാടടി നീ ഓ അപ്പൊ നമുക്ക് മൈക്കില് ചെയ്യുമ്പം നമുക്ക് ഓർക്കസ്ട്ര സ്റ്റേജില് കറക്റ്റ് നമുക്ക് അന്നേരം ഇച്ചിരി കള്ളത്തരമൊക്കെ കാണിച്ച് ആ ശബ്ദം പോലെ എന്താണെന്നറിയോ, ഇപ്പൊ സംസാരിക്കുന്ന സൗണ്ട് ഒന്ന് സ്വിച്ച് ചെയ്യാണ് പാടും. ഇതെന്റെ ശരിക്കും ശബ്ദം. ഇതെന്റെ ശരിക്കും നമ്മള് ചിലവരുടെ സൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര വേരിയേഷൻ ഉണ്ട് പാടുന്ന സമയത്ത്. അത് ഞാൻ ഇങ്ങനെ അത് നോക്കിയത് ഇതിങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യണം, പിന്നെ പാടിക്കഴിഞ്ഞാൽ വീണ്ടും സ്വന്തം ശബ്ദത്തിലുള്ള. ഞാൻ പ്രസീത ചേച്ചിയുടെ ഒക്കെ ശബ്ദം അങ്ങനെയാണ് ചേച്ചി ഞാനും ഭയങ്കര കൂട്ടായത്. ചേച്ചി ഇപ്പോൾ പോകുന്ന ഷോസൊക്കെ നമ്മുടെ ഈ സ്റ്റേജ് ഷോ കൊണ്ട് തന്നെ ഒരു 15 രാജ്യങ്ങളിൽ പെർഫോം ചെയ്യാനും ഒക്കെ പറ്റി. ഞാനൊരു നാട്ടുമ്പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അച്ഛനും അമ്മയൊക്കെ കൂലിപ്പണി, പാട്ടൊന്നും പഠിക്കാനുള്ളൊരു അവസരമൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. അത് നമ്മുടെ സ്കൂളിലെ നമ്മൾ പോയ അതാണ് അതൊക്കെ ഒരുപാട് വഴിയാണ്. ഈ ക്ലാസിക്കലൊക്കെ റേഡിയോയിലൊക്കെ കേട്ട് എഴുതി പഠിച്ച് സ്കൂളിൽ തല മത്സരങ്ങളിൽ സ്റ്റേറ്റ് ഒക്കെ പോയത് കേട്ട് എഴുതി പഠിച്ചിരുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടല്ല മത്സരിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ SVGVH സ്കൂളിലെ എൻ്റെ അധ്യാപകരൊക്കെ ചേർന്നിട്ട് ചിലങ്ക മ്യൂസിക് അക്കാഡമിയിൽ അവരെന്നെ ഫ്രീ ആയിട്ട് മ്യൂസിക് പഠിപ്പിക്കുക. നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് വിടുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ സ്വാതിരുന്ന സംഗീത കോളേജിലേക്ക് ഞാൻ പോയത്. ഐശ്വര്യൻ എന്ത് നേരത്തെ പഠിപ്പിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ? അത് പഠിപ്പിച്ചല്ല, കോപ്പടിച്ചത്. ഇപ്പൊ തോന്നി ഇവിടെ കേരളത്തില് നാസരാണല്ലോ നമ്മുടെ കല്യാണത്തിനൊക്കെ. അവിടെ ഇനി ഡൽഹിയിൽ പോയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ നാസറും വെച്ചിട്ട് ഐശ്വര്യ പഠിപ്പിച്ചാണ്. ഒരു 4 കല്യാണം ലൈവായിട്ട് എനിക്ക് എന്റെ നാസി കൊണ്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നാസറും അതെ കയ്യിലൊന്നും ഇല്ല. അത് നമ്മുടെ ശ്രീകണ്ഠ നേർ ഷോയില് സാറാണ് ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞത്, മോളെ ഇതുപോലെ നിങ്ങളൊരു ബിസിനസ് ആയിട്ട് ചെയ്യും, നാസറും ഒക്കെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര പ്രാവർത്തിയായി. സാറ് തന്നെ എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, ബിന്ദുജ തിരുച്ചിയിൽ ഒരു കോള് വന്നിട്ടുണ്ട്, അവിടെ പോയി ഒരു കല്യാണം, അത് നാസികയുടെയും തകിലിൻ്റെയും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. അവിടെ പോയിട്ട് ഒരു കല്യാണം ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ നാട്ടിൽ 3 കല്യാണം 4 കല്യാണം ചെയ്തു. ഇപ്പൊ ലൈവായിട്ട് ചെയ്യാൻ കൈകാത്തൊന്നുമില്ല. ഇനി തുടങ്ങി. അത് എന്തോ സാധനം കഴിക്കാത്ത കണ്ടോ, മാജിക്ക. കോൺസെൻട്രേഷൻ
ശരിക്കും എന്തോ എന്തോ confusion ആയിരിക്കും. ഈ ശബ്ദം ഇടുന്ന ശരിക്കും ഇതൊക്കെ എന്തോ ചെയ്തോ സ്റ്റുഡന്റ് Credit goes to the പക്ഷെ സമ്മതിച്ചേ പറ്റുള്ളൂ ശരിക്കും ടാലന്റ് ടാലന്റ്, പ്യോർ ടാലന്റ് എന്ന് പറയാം. ഇത്രയും കാലം ഇപ്പൊ ഇത് ഫസ്റ്റ് ആയിട്ടാണ് ശരിക്കും പ്ലേ ബാക്ക് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോഴും അത്ഭുതമാണ്. ഇതാ നേരത്തെ പറഞ്ഞത്, ഒരുപാട് പേര് കഴിവുള്ളവർ അവിടെ ഉണ്ട്, അവർക്ക് അവസരം കിട്ടണം. അത് ശരിക്കും അതെ അതെ ഇവരൊക്കെയാണ് എക്സാമ്പിൾ എന്ന് ഞാൻ പറയുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഇതിന് മണിമണി പോലെ ഞങ്ങളിങ്ങനെ കുറിച്ച് വെച്ച് ഡയറക്ടറിന് താങ്ക്സ് പറയാം, ജോമി ബ്രോയ്.